ബനാന സപ്പോട്ട ഒറിജിനൽ ബനാന ഇപ്പൊ തന്നെ പക്ഷെ എന്താ പറയാ നമ്മള് ആദ്യം കുറെ കൊടുത്തിരുന്നു ബനാന സപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തത് കംപ്ലീറ്റ് ബോൾ സപ്പോർട്ടായിട്ട് ഒരുപാട് ആളുകൾ എന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ വാങ്ങിയിട്ട് അങ്ങനെ ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനും ഇതിൽ പെട്ടുപോയതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് ലോങ്ങിന് നമ്മളിത് അത് മദർ പ്ലാന്റുകൾ ഇങ്ങനത്തെ കുറേ മരമുണ്ട് തോട്ടത്തിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. കാഴ്ച കാണിച്ചു തരാം. അതിന് കാഴ്ച തന്നെ അയക്കണില്ല. അപ്പോൾ ഇതിന് കട്ട് ചെയ്ത് തൈ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന തൈകളാണ് ഇത് കൂടുതലും. അല്ലാതെ നമ്മൾ പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ലോങ് തൈകളെ വിൽപ്പനയില്ല. നല്ല പുതിയ വെറൈറ്റീസ് പുറത്തുനിന്ന് കൊണ്ടുവരും. ഇപ്പോൾ ഞാൻ തായ്ലാൻഡ് മലേഷ്യക്ക് പോയി വന്നതാണ്. അവിടുന്ന് കമ്പ് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കുക. കാഴ്ചന് ശേഷമാണ് നമ്മളത് കൊടുക്കലുള്ളൂ. പല ആളുകളും ചെയ്യലെന്താ വെച്ചാൽ എവിടെയെങ്കിലും കമ്പിട്ട് അവിടെ കൊണ്ടുവരും. അപ്പോൾ ഇതിന് അതിമന്ന് കൂടുതൽ തൈകളുണ്ടാക്കിയിട്ട് ആണ് കൊടുക്കുകയാണ്. പക്ഷേ റിസൾട്ട് അറിയാനൊന്നും കാത്തിക്കണില്ല. അപ്പോൾ ഇതിപ്പോൾ പിന്നെ അവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ തൈകളുണ്ട്. അത് ഒരടി ഒന്നര പുതിയ തൈകൾ അതൊക്കെ നമ്മൾ ഇതൊക്കെ റൂബിലാഗനൊക്കെ പറ്റ വില കുറച്ചു. റൂബിലാഗന് 1500-2000 ഉണ്ടായിനാ. അപ്പോൾ 700 രൂപയൊക്കെ നമ്മൾ കൊടുക്കണം. അവിടെ കാണിച്ചു തരാം. പൂട്ട് തന്നെ കാണിച്ചു തരാം. ചെറിയ മരത്തുമ്പോൾ തന്നെ പൂട്ട് കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഉണ്ട്. ഇത് അബിയുടെ തൈകൾ ഇഷ്ടംപോലെ തൈകൾ 150 രൂപ. ഇതിപ്പോ നമ്മളിപ്പോ നേരത്തെ കണ്ട എല്ലാം കൂടി ഉണ്ടാവും. മിക്സിംഗ് ആണ്, എല്ലാം ഉണ്ടാവും. ഇതിൽ ഹൈബ്രിഡ് ഉണ്ടാവും, ജയന്റ് ഉണ്ടാവും, മറ്റേ ഓവൽ ഉണ്ടാവും, നിപ്പിൾ ഉണ്ടാവും, എല്ലാം ഇതിൽ വരും. നമ്മൾ ഈ ഒരു സൈസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം കൊണ്ട്? രണ്ടാമത്തെ വർഷം കായ്ക്കും. റിസൾട്ട് കിട്ടും. എന്തായാലും വെച്ചാലും കിട്ടൂല. അങ്ങനെ നിലത്ത് വെച്ചാൽ മതി, കായ്ക്കും. റിസൾട്ട് ഉറപ്പാ. ഇതാണ് വാഴക്കല്ല മറ്റേ വെരിഗേറ്റഡൊക്കെ. നമ്മുടെ റെഡ് അല്ലേ? റെഡ് ഇത് വെരിഗേറ്റഡ്. ഇതേപോലെ തന്നെ കായം വരും. വെരിഗേറ്റഡിന്റെ തൈകളൊക്കെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാം നമുക്ക്. 10-15 തൈ റെഡി ആവുന്നുണ്ട്. ഇത് അറേബ്യൻ റെഡ് എന്ന് പറഞ്ഞാൽ അത്തിയാണ്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് പറിക്കുക. അവിടെ കുറെ ആളുണ്ട്. അപ്പൊ ഒന്ന് എല്ലാവർക്കും ഒന്ന് അത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പറിക്കുക കേട്ടോ. എന്താ അത് ടേസ്റ്റ് മാറൂല എന്ന് കരുതുക. എന്തായാലും അല്ല അത് കുഴപ്പമുണ്ടല്ല, എറുമ്പേ ഉള്ളൂ. ഏതാ അതൊക്കെ ഒരു വർഷം 1.5 വർഷത്തെ പാക്കാണ്. ഇതൊന്ന് കഴിച്ചിട്ട് നിങ്ങളെ നല്ല അഭിപ്രായം എന്നല്ല, അതിന്റെ യഥാർത്ഥ റിവ്യൂ തരും. ഇത് പഴുപ്പ് കയറിക്കണോന്നൊരു സംശയമുണ്ട്. ഈ ഭാഗങ്ങൾ കഴിച്ചു. മധുരല്ലേ? അടിപൊളിയാണ്. മധുരം നോക്കിയാൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കും. ഇത് നാട്ടിലല്ല, ഇത് വിദേശിയാണ്. ഇതെന്താ പറയാ, നമ്മള് ഇവിടെ എന്താ പഴമുള്ളത് വെച്ചാൽ അപ്പൊ നമ്മളത് പറിച്ചു കൊടുക്കും. പിന്നെ ചിലവർക്ക് വരുമ്പോ കിട്ടും, ചിലർക്ക് കിട്ടൂല. അത് ഇതിന്റെ സ്വഭാവമാണ്. ഇവിടെ 2-3 ആളുണ്ടായല്ലോ. ഓല ഇവിടെ പുങ്ങിയോ? ഗൾഫിൽ നിന്നുള്ള അതേ കിട്ടൂല എന്ന് പറയല്ലേ? ഇതൊന്ന് കഴിച്ചോണി. ഇത് ഇതിന്റെ വേറെ പഴം അങ്ങനെ കഴിച്ചു നോക്കി. അതന്നെ പൂനാറെഡ്. എങ്ങനെയുണ്ട്? ആദ്യം കഴിച്ചല്ലേ? അത് ഇതെന്താ വെച്ചാലേ ഇതിനൊക്കെ ഇതിവിടെ കായ്ക്കോ അതാ മറ്റേ ഇവിടുത്തെ കാഴ്ച തിന്നാൻ പറ്റുമോ? ഞങ്ങൾ കൽപ്പകഞ്ചേരി കടുങ്ങാത്തോടെന്നാണ് വരുന്നത്. ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനും എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നോക്കാനും വന്ന് നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ വിചാരിച്ചാലും വളരെ കൂടുതലുള്ള സാധനങ്ങളാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ടായി വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ നഴ്സറിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലം പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട് എന്നല്ലാതെ ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ ഒരുപാട് എല്ലാ ഐറ്റവും ഉണ്ട് എന്ന് തന്നെ പറയാം. ഇവർ തന്നെ ഉൽപ്പാദനം ആയതുകൊണ്ടാണ് നമുക്ക് ആ വെറൈറ്റി നമ്മൾ മനസ്സിലായത്. കാരണം അത് പറഞ്ഞിട്ടല്ല, നമ്മൾ പോയി കണ്ടിട്ടാണ് അതിന്റെ നേരെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ആ സംഭവം നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. മദർ പ്ലാന്റിന്റെ അവരെ തോട്ടത്തിൽ തന്നെ നമ്മൾ പോയി കണ്ടതാണ്. അത് നേരിട്ട് നമ്മൾ കാണുമ്പോഴാണ് അതൊക്കെ മനസ്സിലായത്. അല്ലാതെ വേറെ യൂട്യൂബിൽ കണ്ടിട്ടോ ആ വീഡിയോ കണ്ടിട്ടോ അല്ല, നമ്മൾ ഡയറക്റ്റ് കാണുകയാണ്. പിന്നെ ഒരുപാട് മാറ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തന്നെ ഡൗട്ടായി, ഇനി വീട്ടുകാരെ കൂട്ടിയിട്ട് ഭാര്യനെ കൂട്ടി വന്നിട്ട് എടുക്കണമെന്ന് വരെ ഉള്ളൊരു അഭിപ്രായത്തിലാണ് ഇപ്പോൾ പോയത്. കാരണം അത്തി കഴിച്ച് പിന്നെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിയാന്ന് വെച്ചാൽ റേറ്റിൽ ഒരുപാട് കുറവാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് റേറ്റ് ഒരുപാട് കുറവുണ്ട്. പിന്നെ എല്ലാ തൈകളും ഉണ്ട്.
അത് ചെറിയ ചെറിയ പൈസ മുതലുള്ള തൈകൾ ഇവിടെ ഉണ്ട്. പിന്നെ അത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് ഒരു 50 റുപ്യേൻ്റെ തൈ 100 റുപ്യേൻ്റെ തൈ 150 അവർ 2 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് ഒരു ഗ്യാരണ്ടി നമുക്ക് തരുന്നത്. അതൊരു പ്രത്യേകതയല്ലോ നമ്മൾ. പിന്നെ നമ്മൾ ഇപ്പൊ നേരത്തെ നിങ്ങൾ മദർ പ്ലാന്റ് അവിടെ പോയപ്പോ ലെയർ ചെയ്ത് വെച്ചതും എല്ലാം എല്ലാം ഒരുപാട് മാറ്റം. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ റഷീഖാന്റെ ഫാം നമ്മൾ കേൾക്കാന്നല്ലാതെ ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ സംഭവം മാറി. ഓവറോൾ ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. ഫുൾ ഹാപ്പി. അത്തി പറിച്ചതാണ്. ഇതിന്റെ ഒരു 2-3 ആളുകളെ ഉണ്ടാവും. അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയുന്നതാണ്. ഇതാണ് നമ്മൾ ശരിക്കും അറേബ്യൻ അത്തി പെട്ട സാധനമാണിത്. ഇത് കഴിച്ചിട്ട് ഇതിന്റെ യഥാർത്ഥ റിവ്യൂ മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു കഴിച്ചോളൂ. ഫുള്ള് കഴിക്കും. എങ്ങനെയുണ്ട് അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മതി. നല്ല മധുരം ഇത്ര തന്നെ പറയാനുള്ളൂ. വേറെ ഒന്നുമില്ല. കാരണം നമ്മളെന്താ വെച്ചാല് നമ്മൾ പറയണത് ഇതിന്റെ യഥാർത്ഥ സംഭവമാണെന്ന് അറിഞ്ഞാൽ മതി. കാരണം ഈ അത്തി ഇവിടെ കായ്ക്കൂല, ഇത് ഗൾഫിലുള്ള അത്തിയല്ല, ഇവിടെ ആ അത്തിയല്ല പറയുന്നുണ്ട്. നല്ല മധുരം. എന്തെങ്കിലും ഈ വീഡിയോയിൽ പറയല്ല, ഇവിടെ വന്നാലാണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എത്തിയാല് സോപ്പിന്റെ നമ്മളെ ശർക്കന്റെ പഴം നല്ല നമ്മളൊന്നും കാണിച്ചതില്ല. അതിന്റെ തൈകളാണ്. ഇത് അത്രയും വലിയ തൈകളൊക്കെ 450 റുപ്യ കൊടുക്കുന്നത്. നിങ്ങൾ എവിടെ അന്വേഷിച്ചില്ല 650-700 ഇതിന്റെ പേര്. കാവന്നൂരിന്നാണ്. എന്റെ പേര് അഷ്റഫ്. ഓക്കെ. ഇവിടെ വന്നിട്ടുള്ള ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സാധനങ്ങളൊക്കെ ഉഷാർ തന്നെയാണ്. ഓക്കെ, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത്തി കഴിച്ചു അല്ലേ? അത്തി കഴിച്ചു. ഇഷ്ടമായി. ഇത് കാട്ടിമോൻ മാവ് ഈ ബാച്ചിൽ ഒരുപാടുണ്ട്. ഏകദേശം ഒരു 100-150 തൈയൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇത് 350 രൂപേൻ്റെ തൈയാണ്. 300 രൂപേൻ്റെ തൈ. അതിലാണ് 300 രൂപേൻ്റെ. അതിലാണ് ഇപ്പോൾ ഈ പൂവിട്ട് നിൽക്കുന്നത്. അതിൽ പൂവിട്ട ആളുകൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അപ്പുറത്തും ബാച്ച് വേറെ ഉണ്ട്. ഏകദേശം ഒരു 150 തൈൻ്റെ മേലെ ഈ സൈസിൻ്റെ കയ്യിലുണ്ട്. എന്താ 4 അടി വലുപ്പമുണ്ട്. ഇതാ നോക്കി, ഇൻ്റെ ഹൈറ്റ് നോക്കി. 6 അടി ഹൈറ്റുള്ളല്ലേ ഞാൻ. 5 അടി ആയി. അത് വേറെയാണ്. ഇത് മൊത്തം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഇതൊന്നല്ല, അവിടെ വേറെ ബാച്ച് ഉണ്ട്. അതിലുകൊണ്ട് പൂട്ടത് 300 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും. 300 രൂപക്ക് അയച്ചു കൊടുക്കും. ഇത് ജയത്തത്തിന്റെ ഹോം ഗ്രൗണ്ട് തയ്യാ കണ്ടോ. ഇതിപ്പോ എങ്ങനെയാ നമ്മള് റേറ്റ്? ഇത് നമ്മള് 300 രൂപ കൊടുക്കണത്. ഈ ഒരു പ്ലാന്റ് ജയത്താരത്തിന്റെ ഇതേ വലിപ്പമുള്ള ഇതിലേറെ സൈസ് കൂടിയ തൈകള് നമ്മൾ 250 രൂപ കൊടുക്കുന്നുണ്ട്. അതെ, ഈ ഒരു ടാഗിനാണ് നമ്മൾ ഈ കൊടുക്കണം 50 രൂപ അധികം ഈ ടാഗിന്. കാരണം ഇതേ തൈകൾ തന്നെയാണ് ഇപ്പൊ എൻ്റെ കയ്യിൽ. ഇതേ വലിപ്പമുള്ള തൈകൾ തന്നെ നമ്മള് ഇതല്ലെങ്കിൽ ആ റേറ്റിൽ കൊടുക്കണം. ടാഗില്ലെങ്കിൽ നല്ല തൈകൾ. ഇത് നമ്മളെ ബുഷ് ഓറഞ്ചിന്റെ ഒരു ഹൈബ്രിഡ് തന്നെയാണ്. നമ്മളെ പഴയ ഐറ്റംസ് അല്ല. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് കായ്ക്കും കുറേ വലിയ കായ്കളൊക്കെ ആൾക്കാർ പൊറുക്കി കൊണ്ടുപോകണം. ഇപ്പൊ കായ് വരിക അല്ല, പഴുത്ത് വരുന്ന സമയത്താണ് ഇത് വലുതാവുക. ഓറഞ്ച് ടൈപ്പ്. ഓറഞ്ച് കളർ വരുന്നത്. ഇതിന്റെ പ്രത്യേകത നോക്കി ഇതിമൊക്കെ നോക്ക്. കായ് നിൽക്കുകയാണെങ്കിൽ ചെറുതാണ് കേട്ടോ. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട കായാണ്. എന്താണോ അതിങ്ങോട്ട് നോക്ക്. ഇതാണ്ടോ ഫുൾ കായാണ്. ഇതൊക്കെ നമുക്ക് എത്ര? ഇത് ഞാനിപ്പോ ഇതുവരെ കൊടുത്തതിന് 500 രൂപക്കാണ്. ഇപ്പൊ നമ്മളിത് ഒരു ഓഫറിൽ 400 രൂപ കൊടുക്കാം. ഹൈബ്രിഡ് ഐറ്റം. ഇതിപ്പോ എന്താരോ ഇതെന്താരോ ഇതിന് ബുഷ് ഓറഞ്ചിനോ ഇത്ര വില എന്ന് ചോദിക്കും എന്തായാലും. ഇത് ഹൈബ്രിഡ് അതിനാണ്. കായോട് കൂടിയുള്ള സാധാ ബുഷ് ഓറഞ്ച് 150 രൂപയേ ഉള്ളൂ. അത് നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോ നമ്മളെ അത് തായ് സെവൻ പേര, അത് കായോട് കൂടിയിട്ട് 150 രൂപ. 150 രൂപന്റെ തൈയാണല്ലേ ഈ കാണുന്നതൊക്കെ. ഇത് നമ്മളെ വിയറ്റ്നാം മാൾട്ട. ഇതിമ്മ കായുള്ളത് ഉണ്ടായിരുന്നു, അവിടെ കാണിക്കാൻ മതി. ഈ ബാച്ചിൽ തന്നെ കായുള്ളത്. അതായത് നമ്മളെ നാരകത്തിന്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അത് വേറെ ചെയ്യാം. ഇതൊക്കെ ഒരു 200 രൂപ കൊടുക്കണം. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തായ് പിങ്ക് പേര ഫുള്ള് കായോട് കൂടിയിട്ട് റേറ്റ് 150 രൂപ. ഒന്ന് കയ്യിലെടുത്ത് പിടിക്കോ, ഒന്ന് നമുക്ക് സൈസ് മനസ്സിലാവാനാ. സൈസ് ഇത് ഇതിൽ ബ്രാഞ്ച് കുറവാണ്. ഓക്കെ, ബ്രാഞ്ചിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി രണ്ട് വരാനുണ്ട്. ഇതൊക്കെ 100 രൂപ കൊടുക്കാൻ മതി. 100 രൂപേന്റെ അല്ലേ ഈ ഒരു കാണുന്നത്? ഇത് അമ്പാഴ നല്ല പൂവോട് കൂടിയിട്ടുള്ള 300 രൂപക്ക് നല്ല തൈകള്. നമുക്ക് അച്ചാറിടാനൊക്കെ പറ്റിയ വെറൈറ്റി ആണ്. തായ് ജംബോ സപ്പോട്ട. തായ് ജംബോ വലിയ പഴം ഉണ്ടാവണേ. ഇതൊക്കെ എങ്ങനെ റേറ്റിന് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ 400 രൂപ കൊടുക്കണേ. ഇതൊക്കെ 600-650 കൊടുക്കുന്ന സാധനമാണ്. ഇത് 400 രൂപ. നല്ല വലിപ്പമുണ്ട്. കായ ഉണ്ട്. ഇതാ കായോട് കൂടിയിട്ടാ. കായ ഉണ്ട് കേട്ടോ. എത്രയ്ക്ക് 400 രൂപ. അതോ നല്ല തൈകളുണ്ട് കേട്ടോ. ഈ കായലെടുത്ത് നല്ലതാ. നല്ല ബുഷ് കണ്ടോ, നല്ല ബുഷ് തൈകൾ.
ഇതൊക്കെ കഴിഞ്ഞ വർഷം 650-700 കൊടുക്കുന്ന തൈകളാണ്. ഇപ്പൊ പറ്റ വില കുറച്ച് 400 രൂപക്ക് നല്ല തൈകൾ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോ നമുക്ക് പിന്നെ അത് റെഡ് ഡയമണ്ട് വലിയത് ഇതാ. ഇത് ജപ്പാൻ പേര. റെഡ് ഡയമണ്ട്. അതെ ജപ്പാൻ പേര എന്ന് പറഞ്ഞാൽ പലരും പല പേരിട്ടാണ്. ഇത് നമ്മളൊരു 350 രൂപ കൊടുക്കണാണ്. 250 രൂപക്ക് ഈ തൈകളുണ്ട്, ഇതിന്റെ തൈകളുണ്ട്. ഇത് അത്യാവശ്യം നല്ല തൈകളാട്ടോ. ഇതിപ്പോ എത്രയ്ക്ക് കൊടുക്കുക? ഇത് 350 തൈകളുണ്ട്. ജപ്പാൻ പേരുണ്ട്. ഇത് റെഡ് ഐവറി മാംഗോ 400 രൂപന്റെ. ഇത് നമ്മളിവിടെ റിസൾട്ട് നോക്കിയാണോ? നല്ല കായ്ച്ചിട്ടുണ്ട് പലർക്കും. റെഡ് ഐവറി ചില ആളുകൾ പറയണ്ട് ഈ റെഡ് ഐവറി ആണ് മിയാസാക്കി എന്നും പറയുന്നുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. ചിലവർ പറഞ്ഞ് ഇർവിൻ മാംഗോ ആണെന്ന് പറയുന്നുണ്ട്. പലരും പല പേരിലും ഇത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പിന്നെ ദൽഹരി ചാമ്പയാണ്. ഇതിനകത്തൊക്കെ കായുണ്ട് കേട്ടോ. ഈ കവറിനകത്തൊക്കെ കായുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് പൊട്ടിച്ച് തുറന്ന് കാണിച്ചില്ല. പഴുത്തിട്ടില്ല, ആവണേ ഉള്ളൂ. ദൽഹരി. ഇതിന്റെ നല്ല പ്ലാന്റുകൾ, നല്ല അടിപൊളി തൈകൾ 250 രൂപക്കാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ കായുള്ള തൈ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? കായുള്ള തൈകൾ ഇതിന് 1300 ഒക്കെ വരുന്നത്. ഇതിപ്പോ ഒരാൾ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ ഇനിയിപ്പോ ഇതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 250 ഈ ഇവിടെ 250 രൂപ കൊടുക്കുന്ന തൈ ഉണ്ടല്ലോ, ഈ 250 രൂപ കൊടുക്കുന്ന തൈമേലും ഇവിടെ കായുണ്ടായിരുന്നല്ലോ. ഇതാണ് ബനാന സപ്പോട്ട, ഒറിജിനൽ ബനാന. ഇപ്പൊ തന്നെ ഷേപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്താ പറയാ, നമ്മള് ആദ്യം കുറെ കൊടുത്തിരുന്നു. ബനാന സപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തത് കംപ്ലീറ്റ് ബോൾ സപ്പോർട്ടായിട്ട് ഒരുപാട് ആളുകൾ എന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞു. നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ വാങ്ങിയിട്ട് അങ്ങനെ ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനും ഇതിൽ പെട്ടുപോയതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതോടുകൂടി ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ഈ ബനാന സപ്പോർട്ട കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കായും കാണുന്നു. അപ്പോൾ ആ കായോട് കൂടിയിട്ട് ആ ബാച്ച് മൊത്തം ഒരു 100 തൈ ഒരു പ്രാവശ്യം ഞാൻ എടുത്തിട്ട് കുറച്ച് അവിടുന്ന് എടുത്ത് കൊണ്ടുവരാണ്. അപ്പോൾ 100% വീട്ടിൽ പോയിട്ട് അതിൻ്റെ അനിയൻ്റെ കൂടെ തന്നെയാണ്. അവിടെ കണ്ടില്ല ഒറിജിനൽ തൈ ഉണ്ടാക്കുന്നുണ്ട്. അത് വേറെ ഉണ്ട്, തൈകളുണ്ട്. ഇതൊക്കെ ഒറിജിനലായിട്ട് നല്ല ബനാന സപ്പോർട്ടിന്റെ ഒറിജിനൽ സാധനമാണ്. 300 രൂപക്ക് കൊടുക്കുന്ന തൈയാണ്. വിശ്വസിച്ച് വാങ്ങാം. ബനാന എത്ര ഹൈറ്റ് ഉണ്ട് കണ്ടോ? ഇതൊക്കെ എൻ്റെ എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ? തായ്ലാൻഡ് ലെമൺ. അത് നമ്മൾ അവിടെ വീഡിയോയിൽ വേറെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഇതിനെ പറ്റി ഒന്നുകൂടി പറയാം. നല്ലൊരു ലെമണാണ് ഇത്. വിയറ്റ്നാം പേർലി വലിയ തൈകള് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? 500 രൂപ കൊടുക്കണ തൈ. ഈ ഒരു ഐറ്റുള്ളല്ലേ? ഇതാ നല്ല, അതേപോലെ നല്ല തൈകൾ ഇതാ 100 രൂപ കൊടുക്കണത്. വിയറ്റ്നാം പേർലി. ഒന്ന് കൈ പിടിക്കാം. രണ്ട് തൈകൾ 100 രൂപ. നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? വിയറ്റ്നാം പേർലി 100 രൂപക്ക്. പിന്നെ 2 150 രൂപ കൊടുക്കാം. 2 എടുക്കുകയാണെങ്കിൽ 150 കൊടുക്കാം. ഇത് കൊളംബിന്റെ മാവുകളാണ്. കവർ സൈസ് നോക്കണ്ട, കവർ മാറ്റാനുള്ളതാണ്. ഇവിടെ ബായി നാട്ടിൽ പോയതുകൊണ്ടാണ് കവർ മാറ്റാതെ നിൽക്കുന്നത്. കണ്ടോ, ഇത്രയും നല്ല ബ്രാഞ്ചുകൾ. ഈ ഇതിൽ തന്നെ കൂട്ടത്തിൽ പൂട്ടവും കാഴ്ചതും ഉണ്ടായിരുന്നു. ഇത്രയും വലിയ തൈകൾ ഇത് 650 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കൊളംബിന്റെ ഈ വലുപ്പമുള്ള തൈകൾ. അടിപൊളി കേട്ടോ. ഇത് ഈ തൈകൾ എത്ര വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇത് തീരൂല. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും സംഘടിപ്പിക്കാൻ ഒരു 50-60 തൈ വരെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പച്ചില് സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി ഇല്ലേ, എന്തായാലും പറയല്ലേ, പേര് പറയുന്നത് ചച്ചമിട്ടല്ല, ശരിക്കും ചച്ചമിട്ടാണല്ലോ തന്നെയാണ് അർത്ഥം തന്നെ വരുന്നത്. അതന്നെയല്ല ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിന് എന്തായാലും ഇത് നല്ല കായപിടുത്തമാണ്. നല്ല ഒരു ചട്ടിയിൽ ഇഷ്ടംപോലെ കായ ഉണ്ടാവും. ഈ വർഷം കുറച്ച് കുറവുണ്ട്, മൊത്തത്തിൽ മാങ്ങ കുറവുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇതിന്റെ നിറയെ കായ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മോഹവിലയാണ്. ആവശ്യം ഇതൊക്കെ പുതിയ വീടൊക്കെ വെക്കുന്ന ആളുകളില്ലേ, അവരൊക്കെയാണ് ഇങ്ങനത്തെ കൊണ്ടുപോകല്. കാരണം അത്യാവശ്യം പഴക്കമുണ്ട്. ഇപ്പൊ ഈ ഇതിന്റെ മൂപ്പനെ കാണുമ്പോൾ ഇപ്പൊ നമ്മളെ ഇവിടുത്തെ മലപ്പുറത്തെ ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവര് 2 ഏക്കറിലാണ് ഒരു വീട് വെച്ചത്. അവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഏകദേശം 90% ഉണ്ട്. അത് അവരൊരു 1.5 വർഷം പോലെ വലിയ പ്ലാന്റുകൾ കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പം മൊത്തം കായ്ച്ചിട്ടുണ്ട്. അവർ ഭയങ്കര സന്തോഷമാണ്. അതിന് വേണമെങ്കിൽ അവിടെ വന്നിട്ടൊരു വീഡിയോ എടുത്തെന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാരണം അത്രയും ഭയങ്കര സംഭവമാണ് അത് കാണാനുണ്ട്. കാരണം അവർ നല്ല ഇതിൽ ട്രീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് കാണാനും നല്ലൊരു ഇതാണ് സംഭവം. ഇതാണ് കാലാപതി സപ്പോട്ട. അതിലൊക്കെ ഇതില് കായുള്ളതുണ്ട് കേട്ടോ, കായുള്ളതുണ്ട്, പൂവുള്ളതുണ്ട്. നമ്മൾ 150 രൂപ കൊടുക്കുന്നത്. ഇത്രയും വലിയ തൈകൾ കേട്ടോ. ഇതിൽ കാലാപതി തൈകളൊക്കെ ചിലവര് ചെറിയ തൈകളാണ് 50 രൂപ 70 രൂപ ഒക്കെ പറഞ്ഞിട്ട് 150. ഇതൊക്കെ പൂവുണ്ട് കേട്ടോ. കായുള്ളതും ഉണ്ടല്ലോ. ഇത് വേണമെങ്കിൽ തീർക്കണമെങ്കിൽ തീർക്കാം. നല്ല തൈകളാണ് 150 രൂപക്ക്. ഇത് വൈറ്റ്ഞാവല്. ഇത് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഉണ്ടായിരുന്നു ഇതില്. ഇതെങ്ങനെയാണ്? ഇത് നമുക്കൊരു 200 രൂപ ആയിട്ട് കൊടുക്കാം. 200 കൊടുക്കാം അല്ലേ? ഇത് പേരൊക്കെ വെറുകേറ്റിട്ട് കായകളൊക്കെ ഉള്ളതാ. ഫ്രൂട്ടോട് കൂടിയിട്ടുള്ള 150 രൂപ കൊടുക്കാം. ഇത് 150 കൊടുക്കാം. നല്ല ബുഷായിട്ട് നല്ല തൈകൾ, അറിയാം ഹൈറ്റുള്ള തൈകൾ. ഇത് ചൈനീസ്
റെഡ്. ഇതിന് തന്നെയാണോ ബ്ലാക്ക് പാര പറയല്? ബ്ലാക്ക് അത് വേറെ ഉണ്ട്, വേറെ അത് വേറെ ഉണ്ട്. അത് ഇവിടെ തൈപ്പ സ്റ്റോക്ക് ഇല്ല, നമുക്ക് കൊണ്ടുണ്ട്. ഇതും പർപ്പിൾ കളറിനാണ് വരുന്നത്. ഇത് ഉണ്ടോ, ഇത് ഉണ്ടോ, എല്ലാത്തിലും പൂവുണ്ട്, നിറയെ പൂവും കായുണ്ട്. ഇത് 100 രൂപക്കാണ് കൊടുക്കുന്നത്. വെറും 100 രൂപ. ഓക്കെ. ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് നിൽക്കണ്ടല്ലോ, അടിപൊളി സ്റ്റാർ ഫ്രൂട്ട് വലിയ തൈ. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് പഴയതന്നെ, പഴയത് ഹൈബ്രിഡ് നമ്മുടെ കയ്യിലുണ്ട്. ഹൈബ്രിഡ് എന്നല്ല പറയാ, പക്ഷെ പച്ച മറ്റേ പണ്ട് നടന്ന മാവ് പറഞ്ഞ പോലെ കച്ചാമിട്ട പച്ചയില് മധുരല്ലേ, പച്ചയിൽ പറഞ്ഞാൽ മൂത്ത് കഴിഞ്ഞാൽ മധുരമായി. അതുകൊണ്ട് ഇതാണ് ഇത്. അതായത് ഇതിലെന്താ വെച്ചാൽ ഫസ്റ്റില് നമ്മള് ആദ്യം ഇറങ്ങിയത് നമ്മൾ പണ്ടേ ഉള്ളത് പക്ക പുളി ഉള്ളത്, പഴുത്താലും പുളി, പിന്നെയാണ് സ്വീറ്റ് പഴുക്കുമ്പോ മധുരമായത്. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ വെറൈറ്റി ഉണ്ടല്ലോ, അത് ഇറങ്ങിയതാണ് മൂത്ത് കഴിഞ്ഞാൽ മധുരമായി. ഇത് നാംഡോക്കുമായി ഗ്രീൻ ആണ് വരുന്നല്ലേ. അത്യാവശ്യം നല്ലൊരു വലിയ പ്ലാന്റ് ആണ്. ചട്ടിയിലാണ്. ഇത് എത്ര, 20 ഇഞ്ചോ? 25 ചട്ടിയില്. ഇത് കോശേരി മാങ്ങ. ഇതുണ്ടോ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ചെറിയ മരം. അതായത് ഇപ്പൊ നമ്മള് ഒരു 250 രൂപ മുതൽ തൈകളുണ്ട്. ഒരു 350 രൂപേന്റെ തൈ വെച്ചാൽ തന്നെ ഒരു പിറ്റത്തെ വർഷം മുതൽ അതിന് കായ്ക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, പ്രശ്നമായിട്ടും നമുക്കൊരു നല്ലതായിട്ടും തോന്നുന്നു. 2 ഇതാണ്. 6 മാസമാണ് ഒരു മാങ്ങ പിടിച്ചിട്ട് മാങ്ങ നമുക്ക് കഴിക്കാനാവുമ്പോൾ. ഇത് മൂപ്പെത്തി കഴിഞ്ഞിട്ട് പച്ചില് പറിച്ച് കഴിച്ചതിന് ടേസ്റ്റ് ഇല്ല. 6 മാസം വരും ഒരു മാങ്ങ പഴുത്ത് പറിക്കാനാവുമ്പത്തിന് 6 മാസം വരും. പക്ഷെ എന്താ ഉള്ളത് വെച്ചാൽ, അപ്പോൾ ഒരാളുകൾ 6 മാസം കഴിഞ്ഞ് പറിക്കാന്ന്, പക്ഷെ ആ സമയത്ത് മാങ്ങ ഇവിടെ നാട്ടിലുണ്ടാവില്ല. ആ സമയത്താണ് ഇത് പഴുത്ത് നമുക്ക് കഴിക്കാൻ പറ്റുക. അതിലൊക്കെ ഇതിന്റെ വലിപ്പം കണ്ടോ, സൈസ് കണ്ടോ. ഇതില് നമ്മള് ഇതിന്റെ സീഡ് എങ്ങനെയുണ്ട്? സീഡൊക്കെ ചെറിയ സ്ലിമ്മാണ്. ഇത് ശരിക്ക് പിന്നെ നീലമാങ്ങയും വേറെ ഏതൊരു മാങ്ങയും കൂടി ഇതായിട്ട് ക്രോസ് ആയിട്ട് വന്നൊരു സാധനമാണ്. ഇത് കോശേരി കുടുംബമാണ്, മറ്റേ കോട്ടയത്തുള്ള കോശേരി കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആള് വികസിപ്പിച്ചെടുത്ത ഒരു സാധനമാണ്. എന്തായാലും കുഴപ്പമില്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു മാങ്ങ. പലരും പല അഭിപ്രായം പറഞ്ഞില്ല, എന്തായാലും നല്ലൊരു മാങ്ങയാണ്. ഇതിന്റെ ഇപ്പൊ കടവണ്ണല്ലേ? അതെ അതെ അതെ. ഇതൊക്കെ നമുക്ക് കൊടുക്കും, ഇത്ര സൈസുള്ളൊക്കെ? ഇത് കൊടുക്കായല്ല, പക്ഷെ ഇതൊക്കെ വില കൂടിയ പിന്നെ നമ്മള് ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളൊരു മോശക്കാരനാക്കിയേ മാറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണില്ല റേറ്റ്. നമുക്ക് ചെറുത് ഇഷ്ടം പോലെ 250, 350, 500 എല്ലാ തൈകളും ഉണ്ട്.